ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അലീനയുടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അപ്പോൾ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ അലീനയാണ് കേട്ടോ. അങ്ങനെ അലീന രാവിലെ നേരം വെളുത്തിങ്ങനെ എണീക്കുകയാണ് കേട്ടോ. എണീറ്റ് വരുന്നതും നമ്മുടെ മുത്തശ്ശി തൊട്ടടുത്ത് കിടപ്പുണ്ട്. മുത്തശ്ശി കട്ടിലാണ് കിടക്കുന്നത്, അലീന നിലത്താണ് കിടക്കുന്നത്. അതൊക്കെ നിങ്ങൾ കണ്ടായിരുന്നല്ലോ. അങ്ങനെ പതിയെ നേരം വെളുത്ത് മുഖത്തേക്ക് വെട്ടമൊക്കെ അടിച്ച് എണീറ്റ് വന്ന ഉടനെ തന്നെ നമ്മുടെ മുത്തശ്ശിയുടെ കാലിൽ തൊട്ടിങ്ങനെ തൊഴുകുന്നുണ്ട് കേട്ടോ. അപ്പൊ മുത്തശ്ശി ചോദിക്കുക, എന്താ കുട്ടി നീ കാണിക്കുന്നത്? നിന്റെ ആരായിട്ടാ നീ ഇങ്ങനെ തൊഴുതൊക്കെ എണീക്കുന്നത്? അത് പിന്നെ മുത്തശ്ശി എന്റെ മുത്തശ്ശിയല്ലേ, ഞാൻ മുത്തശ്ശീനെ എന്റെ സ്വന്തം മുത്തശ്ശിയായിട്ടാ കണ്ടിരിക്കുന്നത്. ആണോ? അതിനൊരു കുഴപ്പമില്ല. നീ ഒരു കാര്യം ചെയ്യ, നീ എന്റെ മോള് വൈജയന്തി ഇല്ലേ, അവളുടെ മോളായിട്ടങ്ങ് നിന്നോ, അവളുടെ മോളായിട്ടങ്ങ് കണക്കാക്കിയ നീ എന്റെ കൊച്ചുമോളാവൂല്ലോ. അപ്പോഴത്തേക്കും പെട്ടെന്ന് ഇത് കേട്ടപ്പോ തന്നെ അലീനയ്ക്കൊരു സന്തോഷമൊക്കെ ഇങ്ങനെ വരിക. അലീന പറഞ്ഞു, ഞാൻ അങ്ങനെ തന്നെയാ കണ്ടിരിക്കുന്നത് എന്ന്. എന്നിട്ട് നമ്മുടെ അലീന, അതെ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ. അമ്മേന്നല്ല മുത്തശ്ശി, ഇവിടെ എവിടെയെങ്കിലും അമ്പലമുണ്ടോ? ഇവിടെ ഒരു ഭഗവതി ക്ഷേത്രമുണ്ട്. അതാണല്ലേ രാവിലെ അവിടെ നിന്ന് പാട്ട് കേൾക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടാ. അല്ല, നീ അലീന എന്നല്ലേ നിന്റെ പേര്? നീ ഒരു ക്രിസ്ത്യാനിയല്ലേ? നീ അമ്പലത്തിലൊക്കെ പോകാറുണ്ടോ? ക്രിസ്ത്യാനിന്നോ ഹിന്ദുന്നോ ഉണ്ടോ ദൈവത്തെ വിളിക്കാനായിട്ട്? എനിക്ക് എല്ലാ ദൈവവും ഒരുപോലെയാ. ഞാൻ അമ്പലത്തിലും പോകാറുണ്ട്, പള്ളിയിലും പോകാറുണ്ട്. എല്ലായിടത്തും ദൈവമല്ലേ ഇരിക്കുന്നത്. അതെല്ലാം ഒരു ദൈവം തന്നെയാ. അങ്ങനെ വേണം മോളെ. അല്ലെങ്കിലും എല്ലാ ദൈവവും ഒരെണ്ണം തന്നെയാ. നമ്മളെല്ലാവരും പല പേരുകളിൽ വിളിക്കുന്നു, അത്രമാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു. ഈ സമയത്ത് നമ്മുടെ അലീന പറഞ്ഞു, എങ്കിൽ പിന്നെ ഞാനൊന്ന് പോയി ഫ്രഷ് ആയിട്ട് വരാം, രാവിലെ ഞാൻ കുളിക്കുന്ന പതിവുണ്ട് എന്ന് പറഞ്ഞ് രാവിലെ കുളിക്കാനായിട്ട് പോവുകയാണ്. അപ്പോഴത്തേക്കും മുത്തശ്ശി പറഞ്ഞു, അതേ മോളെ ഡോറിന് ലോക്ക് ഇടണ്ടാട്ടോ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു നമ്മുടെ അലീന കുളിക്കാൻ പോയി. അപ്പോഴത്തേക്കും പെട്ടെന്ന് ഡോറിൽ വന്ന് ഒരാൾ മുട്ടുകയാണ്. ഹലോ 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 എന്ന്. വേറെ ആരുമല്ല, നമ്മുടെ മനുശങ്കറാണ് കേട്ടോ. അപ്പോഴത്തേക്കും വാതില് ലോക്ക് ചെയ്തിട്ടില്ല മോനെ, ഇങ്ങ് കയറി പോരേന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ മനുശങ്കർ കയറി ചെന്നിട്ട്, എന്താ മുത്തശ്ശി ഞാൻ ഈ കാണുന്നത്? ഇത് ഇതെവിടെയാ മുത്തശ്ശി ഞാൻ ഈ നിൽക്കുന്നത്? ഇത് ഞാൻ നേരത്തെ വന്ന് കണ്ട റൂം അല്ലല്ലോ. ഈ റൂമിന് എന്താ ഇത്ര മാറ്റം? പെൺപിള്ളാര് വന്നിട്ടുണ്ടെങ്കിൽ റൂമൊക്കെ ഇങ്ങനെ മാറും. ഇപ്പൊ എങ്ങനെയുണ്ട്? ആകെ മൊത്തത്തിൽ ഒരു മാറ്റം തന്നെ. ഇപ്പം മുത്തശ്ശീനെ കണ്ടാലേ നാളെ എണീറ്റ് നടക്കുന്നു തോന്നൂല്ലോ. മിടുക്കത്തി ആയിട്ടുണ്ടല്ലോ. നീ കൊണ്ടുവന്ന പെൺകുട്ടി ഏതായാലും സൂപ്പറാ. അപ്പൊ എന്റെ സെലക്ഷൻ തെറ്റിപ്പോയില്ലല്ലേ? ഇല്ലില്ല, നിന്റെ സെലക്ഷൻ തെറ്റിപ്പോയിട്ടില്ല. അടിപൊളി പെൺകുട്ടിയാ നീ കൊണ്ടുവന്നിരിക്കുന്നത്. പാവം, അവക്കെല്ലാം അറിയാം. വന്ന ഉടനെ തന്നെ ഈ റൂമൊക്കെ എങ്ങനെയൊക്കെയോ വൃത്തിയാക്കി എടുത്തു. മാത്രമല്ല സമയത്തിന് ആഹാരം തരാനും ഡ്രസ്സ് മാറ്റാനും എന്നെ ഒരുക്കാനും തലമുടി ചീകാനും വേണ്ട എല്ലാ കാര്യങ്ങളും പറയാതെ തന്നെയാ ആ കുട്ടി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 100-ൽ 100 മാർക്ക് കൊടുക്കാം അല്ലേ? 100-ൽ 100 അല്ല, 100-ൽ 1000 മാർക്ക് വേണമെങ്കിൽ ഞാൻ ആ കുട്ടിക്ക് കൊടുക്കും. ആണോ? എന്നിട്ട് കുട്ടി എന്തിയെ? കുട്ടി അവള് ഇപ്പം ഫ്രഷ് ആകാൻ വേണ്ടി കുളിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയതാ. കുളിക്കാൻ വേണ്ടി പോയതാണല്ലേ? അതെ, ഞാന് അങ്ങ് ബാംഗ്ലൂരിലേക്ക് പോവുകയാണേ. ബാംഗ്ലൂരിലേക്കോ? അതെന്തു പറ്റി പെട്ടെന്ന് പോകുന്നത്? ഞാൻ അവിടെ പോകാത്തോണ്ട് ബാംഗ്ലൂർ സിറ്റി നിലച്ചിരിക്കുക. അവിടെ ഒരു അനക്കവും ഇല്ല. അയ്യോ, പിന്നെ നീ വേണ്ട ഇനി അവിടെ ചെന്നിട്ട് ബാംഗ്ലൂർ സിറ്റിക്ക് കീ കൊടുത്തിട്ട് ബാംഗ്ലൂർ സിറ്റി ഓടാനായിട്ട്. ഒന്ന് പോടാ ചെക്ക. അപ്പോഴത്തേക്ക് നമ്മുടെ അലീന വന്നു കേട്ടോ. അലീന വന്ന ഉടനെ, വന്നല്ലോ ആള്. അല്ല അലീനെ, എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഈ റൂമൊക്കെ എന്താ ഇങ്ങനെ കിടക്കുന്നത്? ഞങ്ങള് ഹമ്മുമ്മയെ പെട്ടെന്ന് തെക്കോട്ട് എടുക്കാൻ വേണ്ടി ഈ റൂമൊക്കെ വൃത്തികേടാക്കി ഇട്ടിരിക്കുകയല്ലായിരുന്നോ? ഇതൊക്കെ എന്തിനാ കുട്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി മാറ്റിയത്? ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ കുട്ടിക്ക്? ഇതൊക്കെ പഴയ രീതിയിൽ തന്നെ ആക്കി ഇടണം കേട്ടോ, എങ്കിലേ ഞങ്ങളുടെ അമ്മൂമ്മ പെട്ടെന്ന് തെക്കേക്ക് പോകത്തുള്ളൂ. ഇത് കേട്ടതും, എന്റെ പൊന്നും മനുവെ, നീ ഒന്നും മിണ്ടാതിരിക്കണ. ആ കുട്ടിയെ വിഷമിപ്പിക്കാതെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ പൊന്നു മോളെ, ഇവൻ ഇങ്ങനെ തന്നെയാ. വെറും ശുദ്ധനാ, വെറും ശുദ്ധൻ. ആര് പറഞ്ഞു ഞാൻ ശുദ്ധനാണെന്ന്? അലീനെ, ഞങ്ങൾ ഇതൊക്കെ ഇങ്ങനെയാക്കി വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? എത്രയും പെട്ടെന്ന് മുത്തശ്ശന്റെ അടുത്തേക്ക് മുത്തശ്ശിയും കൂടെ പോകണം. അതിനു വേണ്ടിയുള്ള ട്രിക്കായിരുന്നു. എല്ലാം തൊലച്ചല്ലോ എന്റെ പൊന്നലീനെ എന്ന് പറഞ്ഞു കേട്ടോ. എന്നിട്ട് പറഞ്ഞു, അതെ മുത്തശ്ശി, ഞാൻ പോവുകയാണേ. എന്നിട്ട് പോകാൻ നേരത്തെ അലീനയോട് പറഞ്ഞു, വെറുതെ പറഞ്ഞതാണ് കേട്ടോ, ഏതായാലും നന്നായിട്ടുണ്ട്. ഇതെല്ലാം വൃത്തിയും വെടുപ്പാക്കി വെച്ചില്ലോ.
വളരെ ഉപകാരം. നല്ല രീതിയിൽ എന്റെ മുത്തശ്ശീനെ നോക്കുന്നുണ്ടല്ലോ. നോക്കിക്കോ മുത്തശ്ശി. മുത്തശ്ശി മിക്കവാറും നാളെ തന്നെ എണീറ്റ് നടക്കും. ദേ അലീന വന്നതുകൊണ്ട് ഇനി മുത്തശ്ശി ഉടനെ എണീറ്റ് നടക്കും. നോക്കിക്കോ. അല്ലെങ്കിലും ഈ മനസ്സിനും ശരീരത്തിനും ഒക്കെ പ്രത്യേക ഒരു ഉഷാർ തോന്നിക്കഴിഞ്ഞാലേ ദേ തളർന്നു കിടക്കുന്നവർക്കൊക്കെ എണീറ്റ് നടക്കാൻ തോന്നും. ഇതിപ്പം കാലൊടിഞ്ഞ് കിടക്കുന്നതല്ലേ, നോക്കിക്കോ. ദേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അലീനേക്കാളും നല്ല രീതിയിലായിരിക്കും എന്റെ അമ്മൂമ്മ ഇവിടെ ചുറുചുറുക്കോടുകൂടി ഓടി നടക്കാൻ പോകുന്നത്. പിന്നെ ഞാൻ പോവാട്ടോ അമ്മൂമ്മേ, ബൈ ബൈ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനുശങ്കർ വെളിയിലേക്ക് ഇറങ്ങി. അപ്പൊ അലീന അവിടെ നിൽക്കുകയാണ്. അപ്പം ഒന്ന് ബാക്കിൽ നിന്നിട്ട് നമ്മുടെ അലീനയോട് മനുശങ്കർ പറഞ്ഞു, അതേ അലീനെ ബൈ എന്ന്. അങ്ങനെ നമ്മുടെ അലീനെ ചിരിച്ചോണ്ട് അകത്തേക്ക് കയറി വന്നപ്പോഴത്തേക്കും മുത്തശ്ശി പറയാ, ശുദ്ധന, വേറെ ശുദ്ധൻ, ഈ വീട്ടിൽ ആകെ ഉള്ള ഒരു മോന ശുദ്ധ മനസ്സുള്ളത് എന്റെ മനുശങ്കർ. അവന് മാത്രം എന്നോട് സ്നേഹവും നന്ദിയും കടപ്പാടും ഒക്കെ ഉള്ളത്. ഒരു മുത്തശ്ശിയുടെ സ്ഥാനത്ത് അവൻ മാത്രം എന്നെ കാണുന്നത്. പറയാതിരിക്കാൻ പറ്റില്ല. അതുപോലെ ഒരു മകന് എങ്ങനെയാ കമലയ്ക്കുണ്ടായിന്ന് ഞാൻ ചിന്തിക്കുന്നത്. ആ, നല്ല മനസ്സുള്ളവരും ഉണ്ടല്ലോ. അതെ, എനിക്കറിയാം നല്ല മനസ്സിന്റെ ഉടമയാണെന്ന്. എന്നെ കൂട്ടിക്കൊണ്ട് വന്നത് അതുകൊണ്ടാണല്ലോ. അത് ശരിയാ. അവനുള്ളത് കൊണ്ടാണ് എനിക്ക് മോളെ കിട്ടിയത്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് നരകിച്ച് ഒരു വഴിയായേനെ എന്റെ പൊന്നു മോളെ എന്നൊക്കെ പറയാണ് കേട്ടോ. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നേരെ നമ്മുടെ വൈജയന്തിയിലാണ് കേട്ടോ. അയ്യോ, വൈജയന്തിയുടെ കാര്യം കുറച്ച് കഷ്ടമാണ് കേട്ടോ എന്റെ പൊന്നോ. അവിടെ 2 പെൺപിള്ളാരുണ്ട്. സത്യം പറഞ്ഞ പഞ്ചപാവങ്ങൾ ആ പെൺപിള്ളാര്. ആ പെൺപിള്ളാര് ഈ വൈജയന്തി അങ്ങോട്ട് പോയിട്ട് പൊരിച്ചെടുക്കുകയാണ്. മാത്രമല്ല അവിടെ ഒരു വേലക്കാരി ഉണ്ട് കേട്ടോ. അപ്പൊ വേലക്കാരിനെ വിളിക്കുക, എടി 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 എന്ന് പറഞ്ഞ് വിളിച്ച് വേലക്കാരിയുടെ പുറകെ നിന്നിട്ട് അത് ചെയ്തോ ഇത് ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ വേലക്കാരി ചോദിക്കുന്നുണ്ട്, അല്ല വേറെ വേലക്കാരികളെ കൊണ്ടുവരുന്ന് പറഞ്ഞിട്ട് എന്തായി? ഇടയ്ക്കിടയ്ക്ക് പറയൂല്ലോ, നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ട് വേറെ വേലക്കാരിനെ കൊണ്ടിരുന്ന, എന്നിട്ട് ഇപ്പൊ ആരെയും കിട്ടിയില്ലേ? ആര് വന്നിവിടെ നിൽക്കാനാ എന്റെ കൊച്ചമ്മേ? കൊച്ചമ്മയുടെ ഈ സ്വഭാവത്തിന് ആരും വന്ന് നിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വേലക്കാരി എന്തൊക്കെയോ പറയുന്നുണ്ട്. ആ വേലക്കാരിയുടെ പറച്ചിൽ കേൾക്കുമ്പോ അറിയാം നമ്മുടെ വൈജയന്തിക്ക് നാക്കും പേയും മാത്രമേ ഉള്ളൂ. ആള് ഉള്ളില് ശുദ്ധയാണ്. അല്ലെങ്കിൽ പിന്നെ ഒരു വേലക്കാരി അത്രയും സ്വാതന്ത്ര്യത്തോടു കൂടി നമ്മുടെ വൈജയന്തിയോട് അങ്ങനെയൊക്കെ പറയണമെങ്കിൽ വെറും ശുദ്ധയായിരിക്കുമല്ലോ. അങ്ങനെ ആ പെമ്പിള്ളാരെ ഇട്ട് വല്ലാതെ അങ്ങ് കഷ്ടപ്പെടുത്താണ് കേട്ടോ. നീ ബുക്ക് എടുത്ത് വെച്ചോ, പാത്രം എടുത്ത് വെച്ചോ, അല്ലെങ്കിലും ഒരു വിചാരവും ഇല്ലല്ലോ. നീ സ്കൂളിൽ പോകാനാണോ നിൽക്കുന്നത്? നിനക്ക് ഇന്ന് സ്കൂളുണ്ടോ അതോ അവധിയാണോ? അയ്യോ അമ്മേ, എനിക്കിന്ന് ഹോളിഡേ ആണോ? അപ്പൊ അതുപോലും നിനക്ക് അറിയത്തില്ലല്ലേ? നീ എന്തിനാടി പച്ചാനാന്ന് പറഞ്ഞ് സ്കൂളിൽ പോകുന്നത്? രാവിലെ എണീക്കും, ദേ ഒരു വിവരവും ഇല്ല, ഒരു ബോധവും ഇല്ല, ഇങ്ങനെ നടക്കുകയാണ്. നീ യൂണിഫോം എടുത്ത് വെച്ചോ, ആ പുസ്തകം എന്നാടി ടേബിൾ നിരന്ന് കിടക്കുന്നത്? എന്റെ പൊന്നമ്മയെ നിർത്ത്, അതൊക്കെ ഞാൻ അടുക്കി വെച്ചോളാം. ഞാൻ അടുക്കി വെക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ആയിരിക്കും അമ്മ ഓരോന്ന് വന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ ഡിപ്രഷൻ ആക്കാൻ വേണ്ടി. എന്ത് ഡിപ്രഷൻ? നിനക്കൊക്കെ എന്ത് ഡിപ്രഷൻ അടിയുള്ളത്? നിനക്കൊക്കെ വെറുതെ പോയിരുന്ന് പഠിച്ചാൽ പോരെ? ജോലി ചെയ്യണോ? വേണ്ടല്ലോ. മറ്റുള്ളവരാ ഇവിടെ ഡിപ്രഷൻ അനുഭവിക്കുന്നത്. അല്ല, ഇവിടെ ഒരുത്തനുണ്ടായിരുന്നല്ലോ, അവൻ എന്തിയെ? ഏട്ടൻ അവിടെയും കണ്ടൊക്കെ കാണുമായിരിക്കും. ഒരു ഏട്ടൻ, അവൻ എവിടെ പോയി കിടക്കാണ്? ഒരാണോ ഉള്ളൂ, എന്നിട്ട് അവൻ ഇവിടെ കിടന്ന് ഓരോന്ന് കാണിക്കുന്നത് അവനിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ടും വെള്ളപ്പെട്ട് അങ്ങ് പുള്ളിക്കാരി അങ്ങോട്ടെടുത്ത് നമ്മുടെ ആ വീടങ്ങ് തലതിരിച്ചങ്ങോട്ട് വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എന്തിയെ? ബാലേട്ടനെ കാണുന്നില്ലല്ലോ. ബാലേട്ടൻ എന്തിയെ? ബാലേട്ടനെ വിളിച്ചോണ്ട് വന്നേ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയമായില്ലേ? അതെ, നീ ഇങ്ങോട്ട് വന്നേടി. ഇത് നല്ല ക്ലീൻ ആയിട്ട് കഴുകി വേണം ഇതിനകത്ത് ഭക്ഷണം എടുക്കാനായിട്ട്. അല്ല, കൊച്ചമ്മ പറഞ്ഞിട്ട് വേണമല്ലോ എനിക്കിനി അത് കഴുകാനും അതിനകത്ത് ഭക്ഷണം എടുക്കാനും. എന്റെ പൊന്നു കൊച്ചമ്മ, ഇതൊക്കെ ഞാൻ സ്ഥിരം ചെയ്യുന്ന കാര്യം തന്നെ, ഇത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് അത് എടുത്തോണ്ട് വേലക്കാരി ഒരു പോക്കും പോയിട്ട് മൊത്തത്തിൽ നമ്മുടെ വൈജയന്തി രാവിലെ തന്നെ ചൂടില്ല. അപ്പൊ മകള് പറയുകയും ചെയ്തിരുന്നു, ഇടത് തിരിഞ്ഞാ എണീറ്റതെന്നാ തോന്നുന്നു, അതോ ഇനി ആരക്കണി കണ്ടാ എണീറ്റത്? എന്റെ പൊന്നോ, ഇന്നിവിടെ പുകിലായിരിക്കും എന്ന് മക്കള് പറയുന്നുണ്ട്. 2 പെമ്മക്കളുണ്ട് കേട്ടോ, പാവങ്ങളാണ് കേട്ടോ. ആ പെമ്മക്കൾ പാവങ്ങളാണേ. ഏതായാലും അവിടുത്തെ പുകല് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആരെയാ, അലീനയാണ്. അപ്പൊ അലീന കഞ്ഞിയൊക്കെ കുടിച്ചോണ്ടിരിക്കാനായിട്ട്. അപ്പം വൈകിട്ടായി തോന്നുന്നു, രാത്രിയൊക്കെ ആയി തോന്നുന്നു. അപ്പൊ കഞ്ഞി കുടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കാണ് കമല വരുന്നത്. ഒന്നൊന്നര സാധനമാണല്ലോ കമല വന്നിട്ട്. അതെ, പാത്രമൊക്കെ കഴുകി അടുക്കി വെക്കണം. ആ സ്ലാബും ഫ്ലോറും ഒക്കെ ഒന്ന് അടുക്കി തുടച്ച് തൂത്ത് വെച്ചേക്കണം. കിളവിയെ നോക്കുന്നൊന്നും മല പറിക്കുന്ന പണിയൊന്നും അല്ലല്ലോ. ബാക്കി സമയം ഈ വീട്ടിലെ ജോലി ചെയ്തോണം. ചുമ്മാതെ അല്ല, ശമ്പളം എണ്ണി തരേണ്ടതാ. അതനുസരിച്ച് ജോലി ചെയ്യണം. അത് പിന്നെ ചെയ്യത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ ചെയ്തോളാം. ഒന്ന് പറഞ്ഞു നോക്ക്. പിറ്റേ ദിവസം വേറെ വീട് നോക്കിക്കോണം. ഇവിടെ നിന്ന് ഞാൻ പടി ഇറക്കി വിടും. കണ്ടില്ലേ അവള് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് കമല ദേഷ്യം വന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ. പാവം അലീനയ്ക്കപ്പം തള്ളേനെ നോക്കല് മാത്രമല്ല ജോലി, ആ വീട്ടില് ബാക്കി ജോലിയും കൂടി ഇപ്പൊ നമ്മുടെ അലീന ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അലീനയ്ക്ക് അത് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പൊ അലീന ഇങ്ങനെ സ്ലാവൊക്കെ അടുക്കിയല്ല, സ്ലാവിലിരിക്കുന്ന പാത്രമൊക്കെ അടുക്കി വെക്കുമ്പോഴാണ് നമ്മുടെ ഹരി ഇളക്കം പിടിച്ച ആ ചെക്കനുണ്ടല്ലോ,
ഇച്ചിരി എന്താ പറയുക പ്രായത്തിനേക്കാൾ കൂടുതൽ വികാരമുള്ള ആ ചെക്കൻ കയറി വരുന്നത്. ആ ചെക്കൻ കയറി വന്നിട്ട് എന്നിങ്ങനെ വിളിക്കുകയാണ്. അങ്ങനെ അകത്തേക്ക് കയറി വന്നു. കയറി വന്നിട്ട് നമ്മുടെ അലീന പാത്രം കഴുകുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നിട്ട് ഇതുവരെ ജോലി തീർന്നില്ലേ എന്ന് ചോദിക്കാണ് കേട്ടോ. അപ്പൊ അലീന ഒന്നും മിണ്ടുന്നില്ലേ. എന്നിട്ട് പതുക്കെ ആ ചെറുക്കനിക്ക് അടുത്തേക്ക് വരികയാണ്. പതുക്കെ അടുത്തേക്ക് വന്നിട്ട് അതെ, ഞാന് ഒരു കാര്യം പറയാൻ വേണ്ടിയാ വന്നത്. ദേ, അമ്മ പറയുന്ന എല്ലാം ഒന്നും അനുസരിക്കൊന്നും വേണ്ട. എന്തേലും ഒക്കെ ചെയ്താൽ മതി, ഒരു മയത്തിലൊക്കെ. പിന്നെ മുത്തശ്ശി ഉറങ്ങി കഴിയുമ്പം എണീറ്റ് വാതിൽ തുറക്കണം, ആ ലോക്ക് എടുക്കണം. അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ അലീന ഇങ്ങനെ ശ്രദ്ധിക്കാണ് കേട്ടോ. അലീന ഇങ്ങനെ തുറിച്ചു നോക്കുക. അപ്പോഴത്തേക്ക് ഹരി പറഞ്ഞു, അതെ, ഞാന് വിളിക്കും, ഉറങ്ങിക്കളയല്ലേ, എണീറ്റ് വരണം കേട്ടോ. അപ്പോഴത്തേക്കും പെട്ടെന്ന് കമല, ഹരി നീ എവിടെയാ എന്നും പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോഴത്തേക്കും ഹരി പെട്ടെന്ന് ഓടിയിട്ട്, അതെ ഞാൻ രാത്രി വരാം, വാതിലേ മുട്ടും, വാതിൽ തുറക്കണം കേട്ടോ, ദേ ഇറങ്ങി വരണേ, അപ്പൊ ഓക്കെ എന്നും പറഞ്ഞാ ഓടി പോകുന്നത്. നമ്മുടെ അലീന അങ്ങ് സ്തംഭിച്ചു പോയിട്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങ് എന്തോ വിറയ്ക്കുന്ന ഒരു രീതിയായിപ്പോയി. ഒരിക്കലും അങ്ങനെയൊക്കെ ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ എങ്ങനെ ജീവിക്കും ഒരു പെണ്ണ്, അതും വേലക്കാരി. ഇപ്പൊ ആ ഒരു സാഹചര്യമാണ് നമ്മുടെ അലീനയ്ക്ക്. എന്താ പറയുക, അവിടെ നിൽക്കാനും നിൽക്കാതിരിക്കാനും പറ്റത്തില്ല. നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരും. അത് വേറെ കാര്യം. ഏതായാലും പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അലീന മുത്തശ്ശിയുടെ റൂമിൽ വന്ന് ലോക്കൊക്കെ ഇട്ടു കേട്ടോ. ലോക്കൊക്കെ ഇട്ട് മുത്തശ്ശിയുടെ അടുത്ത് വന്നു. മുത്തശ്ശിയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഇരുന്നു കേട്ടോ. എന്നിട്ട് പറഞ്ഞു, മുത്തശ്ശി എന്തെടുക്ക? ആ, ഞാൻ വെറുതെ ഇരിക്കുക. അല്ല നീ കഴിച്ചോ മോളെ? ആ കഴിച്ചു. അല്ല എന്താ കഴിച്ചത്? കമല നിനക്ക് എന്താ തിന്നാൻ തന്നത്? വല്ല വളിച്ചതോ പുളിച്ചതോ ഒക്കെ എടുത്ത് തരൂ അവള്. മുത്തശ്ശി കഴിച്ചതുപോലെ കഞ്ഞിയും ചമ്മന്തി അച്ചാറും. അല്ല വയറ് നിറച്ച് തന്നു അവള്. എനിക്ക് കുറച്ച് ഭക്ഷണം മതി മുത്തശ്ശി, അത് കാരണം എനിക്കൊരിക്കലും ഫുഡ് തികയാതെ വരില്ല, ഞാൻ കുറച്ചേ കഴിക്കാറുള്ളൂ. ഓ, കമല പിശുകത്തി. ജോലിക്ക് നിൽക്കുന്നവർക്ക് വേണ്ട പോലെ ആഹാരം ഒന്നും കൊടുക്കത്തില്ല, അവര് പ്രാകും. വയറ് വിശന്നിട്ട് ഉള്ള പ്രാക്കേ അത് ഫലിക്കുന്ന പറയുന്നത്. ആണോ, അങ്ങനെയൊക്കെ ഉണ്ടോ? അത് എനിക്ക് വയറ് നിറച്ച് കിട്ടി, ഞാൻ വയറ് നിറച്ച് കഴിച്ചു. നീ മാത്രമേ ഉള്ളൂ കമലയെ പറ്റി ഒരു കുറ്റവും പറയാത്തത്. ബാക്കി എല്ലാവരും കമലയെ പറ്റി കുറ്റം പറയുമായിരുന്നു. ഇവിടെ വരുന്ന ആർക്കും കമലയുടെ സ്വഭാവം അങ്ങോട്ട് പിടിക്കത്തില്ലെന്നേ. എല്ലാവരും അവളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. മോളെ എങ്ങനെ കുറ്റം പറയാതിരിക്കും? എന്നാലും കമലയുടെ വിചാരം ഉണ്ടല്ലോ, അവക്ക് ഒരു കുറ്റവും ഇല്ല, കുറവും ഇല്ല, എല്ലാം തികഞ്ഞവളാണെന്നാ. മറ്റുള്ളവരെ പറ്റി പരദൂഷണം പറയുന്നത് മോശമല്ലേ മുത്തശ്ശി? ഞാൻ അങ്ങനെ ശീലിച്ചിട്ടില്ല. ഒരു കുറ്റമില്ലാത്തവരായിട്ട് ആരാ ഈ ലോകത്തുള്ളത്? എല്ലാ മനുഷ്യരിലും കാണും എന്തെങ്കിലും നന്മയും കുറ്റവും കുറവും ഒക്കെ. ആ നന്മ മാത്രം നമ്മൾ നോക്കിയാൽ മതി, എടുത്താൽ മതി. മോള് പറയുന്നത് ശരിയാ. ആ, അതും ഒരു കണക്കിന് ശരിയാ. നിന്റെ അടുത്തുനിന്ന് ഞാൻ ചിലതൊക്കെ പഠിക്കാനുണ്ടല്ലേ. എന്റെ അടുത്തുനിന്നോ? എനിക്കറിയാത്തത് മുത്തശ്ശി പഠിപ്പിച്ചു തന്നാ മതി. ഞാൻ ചിലപ്പം ഒരു പൊട്ടത്തിയാ, വെറും പൊട്ടിക്കാളി. ആ, അല്ല മോള്, ആ അരിഷ്ടം ഇങ്ങെടുത്തേ. ആ അലമാരയുടെ അങ്ങേയറ്റത്ത് ഇരിപ്പുണ്ട് അരിഷ്ടം, അത് കഴിച്ചില്ലെങ്കിൽ വയറ്റിന് വല്ലാത്ത ബുദ്ധിമുട്ടാ. അങ്ങനെ അരിഷ്ടമൊക്കെ എടുത്തു കൊടുത്തു കേട്ടോ. എടുത്തു കൊടുത്തിട്ട് മുത്തശ്ശി കിടന്നോ എന്നും പറഞ്ഞ് ഷീറ്റൊക്കെ ഇങ്ങനെ വിരിച്ചു കൊടുത്തിട്ട് നമ്മുടെ അനിയനും മുത്തശ്ശിയുടെ തലയിൽ പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാണ് കേട്ടോ. കിടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ മുത്തശ്ശിക്ക് തന്നെ സത്യമായിട്ടോ അതിശയമായി പോയിട്ടോ. മുത്തശ്ശി ചോദിച്ചു, മോള് എന്തായി കാണിക്കുന്നത്? അതെ, ഞാൻ പ്രാർത്ഥിക്കുക, ഇനി നല്ല ഉറക്കം കിട്ടും, നോക്കിക്കോ. മുത്തശ്ശി സുഖമായിട്ട് കിടന്ന് ഉറങ്ങും. അല്ല നീ എന്താ പ്രാർത്ഥിച്ചത്? മുത്തശ്ശിയെ എത്രയും വേഗം സുഖപ്പെടുത്തണമെന്നാ ഞാൻ പ്രാർത്ഥിച്ചത്. പിന്നെ ഈ വീട്ടിലുള്ള എല്ലാവർക്കും നന്മ വരണേന്ന്. ഈ വീട്ടിലുള്ളവരല്ലേ എനിക്ക് അന്നം തരുന്നത്. അല്ല മോളെ, നിന്നെ ആരാ ഇതൊക്കെ പഠിപ്പിച്ചത്? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും എന്ത് ചെയ്യാനും എന്ത് ശമ്പളം കിട്ടുമെന്ന് നോക്കാതെ ജോലി ചെയ്യാനും എല്ലാരെയും സ്നേഹിക്കാനും എല്ലാരിലും നന്മകൾ കാണാനും. ഇത് ആരാ മോളെ പഠിപ്പിച്ചത്? ഇത് എന്നെ പഠിപ്പിച്ചത് വേറെ ആരുമല്ല, ഞങ്ങളുടെ മമ്മിയാന്ന് പറഞ്ഞ് മമ്മിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ അലീനയുടെ കണ്ണുകൾ നിറയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അലീന മമ്മീനെ കുറിച്ച് ഇങ്ങനെ വാതോരാതെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ജനിച്ച അമ്മ അച്ഛൻ ആരാന്നൊന്നും അറിയാതെ, അല്ല ഈ ലോകത്ത് ആരും ഇല്ലാതെ, എന്തെന്ന് പറഞ്ഞാലും സ്വന്തം തറവാട് ഏതാന്ന് പോലും അറിയാതെ ജീവിക്കാന്ന് പറഞ്ഞാല് ഈ ലോകമാ മുത്തശ്ശി എൻ്റെ തറവാട്. ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും എൻ്റെ ബന്ധുക്കളാ. ഇങ്ങനെയൊക്കെ വിചാരിച്ച വിഷമിക്കാനൊന്നും ഉണ്ടാവില്ല. മോള് പറയുന്നതും ശരിയാ. ഇങ്ങനെയൊക്കെ വിചാരിച്ചാല് വിഷമിപ്പിക്കാന് ഒന്നും കാണത്തില്ല. ദൈവം ഉണ്ടല്ലോ എല്ലാവർക്കും. അല്ല മോളെന്നാല് കിടന്നോ, കുഞ്ഞ് ഉറങ്ങിക്കോ, എന്തിനാ വെറുതെ ഇരുന്ന് സമയം കളയുന്നത് എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ അലീന അവിടെ നിലത്തൊരു ചെറിയ ബെഡൊക്കെ ഉണ്ട് കേട്ടോ. ആ ബെഡൊക്കെ ഇങ്ങനെ നൂർത്തിയിട്ട് ഇങ്ങനെ കിടക്കാണ്.
ഈ സമയത്ത് നമ്മുടെ ഹരിശങ്കർ വരുന്നുണ്ട് കേട്ടോ. ഹരിശങ്കർ വാതിലെ കൊട്ടാൻ വരുന്നുണ്ട്. ഏകദേശം ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് നമ്മുടെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷമായിട്ട് വരാട്ടോ. ടാറ്റാ, ബൈ ബൈ. ലൈക്ക് അടിക്കാൻ മറക്കരുതേ.